നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിലാണ് ഇരിക്കുന്നത്. പ്രണവമലയിൽ തിരുവുത്സവം കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത 27 ദേവതകളുണ്ട്. അത് ജാതിമത ഭേദങ്ങളില്ലാതെ നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ പ്രവേശനം നൽകുന്ന ലോകത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയാണ് ഇവിടെ. ഭഗവാന്റെ പത്തിയിലാണ് പ്രണവമല കൂടിക്കൊള്ളുന്നത്. ആ പ്രണവമലയിൽ 26 ദേവതകൾ, 8 ഗണപതിമാർ. 8 ഗണപതി എന്ന് പറഞ്ഞാൽ വെറുതെ ഗണപതിയുടെ രൂപം ഉണ്ടാക്കി വയ്ക്കുകയല്ല ചെയ്യുന്നത്. 8 ഗണപതിമാർക്കും 8 മൂലമന്ത്രങ്ങളുണ്ട്. നിങ്ങളുടെ വീട്ടിൽ 8 മക്കളുണ്ടെങ്കിൽ 8 മക്കൾക്ക് 8 പേരുള്ള പോലെ, 8 സ്വഭാവം കാണിക്കുന്ന പോലെ, 8 ജോലി ചെയ്യുന്ന പോലെ തന്നെയാണ് 8 ഗണപതിയുടെ അവതാരങ്ങൾ. മഹാവിഷ്ണു 10 അവതാരം എടുത്ത പോലെ തന്നെയാണ് ഗണപതി 8 അവതാരം എടുത്തിട്ടുണ്ട്. 32 അവതാരം ഗണപതിക്കുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ നമുക്ക് സമ്പൂർണ്ണ പൂജകൾ, അതേപോലെ മൂലമന്ത്രങ്ങൾ ഉപയോഗിച്ച് പൂജ ചെയ്യുന്ന 8 ഗണപതിമാർ മാത്രമേ ഉള്ളൂ. ആ 8 ഗണപതിമാരും ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ദുർഗാദേവിയുണ്ട്. അത് 3 ഭാവങ്ങളിൽ, സരസ്വതി, ലക്ഷ്മി, പാർവതിയായി വിളങ്ങുന്ന സരസ്വതി, ലക്ഷ്മി പാർവതിയായി വിളങ്ങുന്ന ദുർഗാദേവിയുണ്ട്. തിരുപ്പതി വെങ്കടാചലപതിയായി വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാനുണ്ട്. ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. സമ്പൂർണ്ണ പൂജകൾ ലഭിക്കുന്ന ശനീശ്വര ഭഗവാനുണ്ട്. വേറെ എവിടെയും ശനീശ്വരൻ ഭഗവാൻ രൂപത്തിലില്ല. അവിടെയെല്ലാം നവഗ്രഹ സങ്കല്പങ്ങളാണ്. ഇവിടെ സമ്പൂർണ്ണ ദൈവഭാവത്തിലിരിക്കും. അപ്പോൾ ശനിദശ, ഏഴരശനി, കണ്ടകശനി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഭഗവാന്റെ മുമ്പിൽ എള്ളിടാതെ വെറും തുണി കൊണ്ട് കിഴികെട്ടിയുള്ള നീരാഞ്ജനം കത്തിക്കുമ്പോൾ തന്നെ, നാളികേരമുറിയിൽ നല്ലെണ്ണ ഒഴിച്ചുള്ള നീരാഞ്ജനം കത്തിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ ധാരികനെ വെട്ടി ചോര കുടിച്ചുകൊണ്ടിരിക്കുന്ന ഉഗ്രഭാവത്തിലുള്ള പാതിരക്കാളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഉഗ്രഭദ്രകാളിയുണ്ട്. അതുകൂടാതെ പൊന്നു 18 പടിയോടുകൂടിയ ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിയുണ്ട്. ഇവിടുത്തെ അയ്യപ്പസ്വാമി പന്തള രാജാവായിട്ട് യാതൊരു ബന്ധവുമില്ല, ഹരിഹരപുത്രനാണ്. പിന്നെ അതുപോലെ സദാ ആണ്ടി രൂപത്തിലിരിക്കുന്ന മുരുകൻ്റെ 6 ഭാവങ്ങളിൽ ഏറ്റവും ഉഗ്രപ്രതാപിയായ ഭാവമായ ആണ്ടിപ്പണ്ടാരത്തിൻ്റെ സ്വരൂപം സദാ ആണ്ടിയായിരിക്കുന്ന മുരുകനുണ്ട്. പിന്നെ സ്വയംഭുവായ ആഞ്ജനേയ സ്വാമിയുണ്ട്. പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന മഹാദേവ ക്ഷേത്രമുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന മഹാദേവ ക്ഷേത്രമില്ല. പിന്നെ മുകളിലായി മറ്റൊരു നാഗരാജാവുണ്ട്, നാഗയക്ഷിയമ്മയുണ്ട്, നാഗചാമുണ്ടിയമ്മയുണ്ട്, കരുനാഗയക്ഷിയമ്മയുണ്ട്. പിന്നെ സർവ്വവശ്യത്തിനു വേണ്ടി യക്ഷിയമ്മയുണ്ട്. കലാകായികപരമായ കഴിവുകൾ വളർത്തുന്നതിന് വേണ്ടി ഗന്ധർവസ്വാമിയുണ്ട്. എലിശല്യം, പെരിച്ചാഴി ശല്യം, വന്യജീവി ശല്യം, പാറ്റ, പല്ലി, ഇങ്ങനെയുള്ള ശല്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ബ്രഹ്മരക്ഷസുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബ്രഹ്മരക്ഷസ് ദുർമരണ ബ്രാഹ്മണൻ്റെ പ്രേതമല്ല, നിങ്ങൾ മനസ്സിലാക്കുക, മഹാദേവപുത്രനാണ്. പിന്നെ ചാത്തൻ്റെ ഉപദ്രവം ചെറുക്കുന്നതിനും നിങ്ങളുടെ വീടിനും സ്വത്തിനും കാവൽ വരുന്ന വീരഭദ്രസ്വാമിയുണ്ട്. മദ്യപാനം നിർത്തുന്നതിന് വേണ്ടി ഗണ്ടാകർണസ്വാമിയുണ്ട്. ഭഗവാന് 3 മധുക്കുടം നടത്തിയാൽ തന്നെ താൽക്കാലികമായിട്ടുള്ള മദ്യപാനശീലം ഒഴിവാക്കാൻ സാധിക്കും. മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളായി ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുകയും അക്രമങ്ങളൊക്കെ അഴിച്ചുവിടുകയും ചെയ്യുമ്പോൾ നിങ്ങളറിയുക. അപ്പോൾ ദേവഭൂമിയാണ് ഇവിടം. ഈ ദേവഭൂമിയിലാണ് ഇവിടെ കലശമാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ വർഷത്തിലും 27 ദേവതകൾക്കും 108 കലശവും ഒരു ബ്രഹ്മകലശവും ആടുന്ന മഹനീയ പൂജാ സംവിധാനമാണ്. എന്നെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് ചില ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, പാരമ്പര്യവാദികളെ സംബന്ധിച്ച് ജനങ്ങളെ പറ്റിച്ച് ഒരു പരുവമാക്കി ക്ഷേത്രത്തിൽ പോകുന്നത് അയിത്തം വളർത്താനും ആ ഒരു രീതിയിൽ മാത്രമല്ലാതെ ഒരു റിസൾട്ട് ഫലപ്രാപ്തിയിലെത്തിക്കാനൊന്നും അവർക്ക് ഇതുവരെ സാധിച്ചില്ല. അപ്പോൾ ഇവിടെ കലശമാടുന്നതിന് 1.5 മണിക്കൂർ എടുത്തുകൊണ്ടാണ് 108 കലശമാടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വലിയ ക്ഷേത്രങ്ങളിലൊക്കെ 1008 കലശമാടുന്നതൊക്കെ വെറും 3/4 മണിക്കൂർ, 1 മണിക്കൂർ കൊണ്ടാണ്. അപ്പോൾ നമുക്കിവിടെ 108 കലശം ആടിത്തീരാൻ തന്നെ പൂജകൾ അത്ര ഗംഭീരമായിട്ടുള്ള പൂജകളാണ്. ഇതൊന്നും ഇവർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഇതിൻ്റെ ഒപ്പം കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നാളെ ഇവിടെ നടത്തപ്പെടുന്ന കലശം തിരുപ്പതി വെങ്കടാചലപതിയായിരിക്കുന്ന മഹാവിഷ്ണു ഭഗവാനും പിന്നെ സാക്ഷാൽ ഗുരുവായൂരപ്പനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനും, നാളെ ഇവിടെ കലശാട്ടം നടത്തുന്നത് ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാനും, സമ്പൂർണ്ണ പൂജകൾ ലഭിക്കപ്പെടുന്ന കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ, ലോകത്തിലെ തന്നെ ഏക ശനീശ്വര ക്ഷേത്രമായിരിക്കുന്ന ശനീശ്വര ഭഗവാൻ, പിന്നെ സർവ്വവശ്യത്തിന്, അതായത് സ്ത്രീകൾക്ക് പീരീഡ് സമയമാണെങ്കിലും കുലവാലായ്മകളിൽ വഴിപാട് ചെയ്ത് റിസൾട്ട് ലഭിക്കുന്ന യക്ഷിയമ്മയ്ക്കും, പിന്നെ കലാകായികപരമായ കഴിവ് വളർത്തുന്നതിന് വേണ്ടിയുള്ള ഗന്ധർവസ്വാമിക്കും. അപ്പോൾ നാളെ നടത്തപ്പെടുന്നത് ശ്രീകൃഷ്ണ ഭഗവാനും ശനീശ്വര ഭഗവാനും പിന്നെ യക്ഷിയമ്മയ്ക്കും ഗന്ധർവസ്വാമിക്കാണ്. അപ്പോൾ ഒരു കലശത്തിന് 150 രൂപയാണ്. 4 കലശം ആടുന്നതിന് 600 രൂപയാണ്. അതിൻ്റെ പ്രസാദം നിങ്ങൾക്ക് കൊറിയർ അയച്ചതെങ്കിൽ 50 രൂപ കൂടുതലയക്കണം. അപ്പോൾ 650 രൂപ അയച്ചു കഴിഞ്ഞാൽ പ്രസാദം ലഭിക്കും. ഉറങ്ങുന്ന റൂമിൽ വയ്ക്കാം, വീടിൻ്റെ മുമ്പിൽ കെടുത്ത് തൂക്കിയിടാം, പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ റൂമിൽ കെടുത്ത് തൂക്കിയിടാം, അടുക്കളയിൽ കെടുത്ത് തൂക്കിയിടാം. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരാവശ്യത്തിന് വേണ്ടെങ്കിലും കലശാട്ടം നടത്തി ജീവിതം വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെ എന്നെയൊക്കെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ 2019 ആവാഹന പൂജ കഴിഞ്ഞ് എനിക്ക് ബെൻസ് കാർ സമ്മാനിച്ച യുവാവ് 27 ബ്രഹ്മകലശവും അദ്ദേഹം തന്നെ ബുക്ക് ചെയ്തു 1,35,000 രൂപയ്ക്ക്. അപ്പോൾ നമ്മുടെ ഈ കലശാട്ടത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എൻ്റെ ഒരു ശിഷ്യൻ എനിക്ക് അയച്ചു തന്നു. അവരുടെ നാട്ടിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ക്ഷേത്ര കമ്മിറ്റിക്കാർ. അവിടെ കലശമാട്ടത്തിൻ്റെ റേറ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക.
പെന്നൊക്കെ ഇരുന്ന് കരിവാരി തേച്ച് കളിയാക്കുന്ന മഹാന്മാർ അവരുടെ വയറ്റിപ്പഴപ്പൊക്കെ തീർന്നു പോയ എൻ്റെ വിഷമമാണ്. അല്ലാതെ പൂജകൾ ചെയ്ത് ജനങ്ങൾ രക്ഷപ്പെടേണ്ടതില്ല. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു, ഭക്തർക്ക് വഴിപാട് നടത്താവുന്ന കലശങ്ങൾ ജീവകലശം 50,000 രൂപ. അതൊന്ന് ആലോചിച്ച് നോക്കൂ. ജീവകലശം 50,000 രൂപ, ബ്രഹ്മകലശം 50,000 രൂപ. നമുക്കിവിടെ ബ്രഹ്മകലശം 5,000 രൂപയാണ്. അതുകൂടി ആദ്യം മനസ്സിലാക്കുക. പിന്നെ നിദ്രാകലശം കൊടുത്തിരിക്കുന്നത് 25,000 രൂപ. അതുകൂടാതെ കുബേശ കലശം അതിന് 10,000 രൂപ. പിന്നെ കർക്കരി കലശം അത് 10,000 രൂപ. പിന്നെ പരികലശം അത് 500 രൂപ. പിന്നെ തത്വകലശം 5,000 രൂപ. സംഹാര തത്വ കലശം 5,000 രൂപ. വിദ്വേശ്വര കലശം 5,000 രൂപ. പിന്നെ അതുകൂടാതെ ഉത്സവ പൂജ 1,000 രൂപ. എല്ലാ ഭക്തർക്കും താവുന്നതാണ്. എന്നാലോചിച്ച് നോക്കൂ. ഈ കലശമൊക്കെ ആടുന്നിടത്ത് എവിടെയെങ്കിലും മനുഷ്യരെ അടുപ്പിക്കുമോ? അവിടെ ചെല്ലാൻ പാടില്ല. കാരണം അവിടെയൊക്കെ ചെല്ലുമ്പോൾ വേഷം നൂലും കൗബീനൊക്കെ ധരിച്ചവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. കളർ നോക്കും. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. ഏതൊരു മനുഷ്യനും വന്ന് കലശപൂജ കണ്ട് തൊഴുതാൽ പോലും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മഹനീയമായ കലശപൂജ എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇപ്പോൾ ശബരിമലയിലും ഗുരുവായൂരൊക്കെ കൊടികുത്തിയ കലശാട്ടമൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ വീഡിയോ ഇടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് പോയി കണ്ടു നോക്കുക. നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾ നേരിട്ടൊന്ന് നോക്കുക. അപ്പോൾ പൂജ എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം. ഇതാണ് കാളഹസ്തി മഹർഷിയുടെ പൂജാരീതി. അപ്പോൾ ഇവിടെ പൂജ നടത്തി ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ വിദേശങ്ങളിൽ ഇരിക്കുന്നവർക്കാണെങ്കിലും എത്ര കണ്ട് നിവൃത്തിയില്ലെങ്കിലും ഇവിടെയുള്ള 27 ക്ഷേത്രങ്ങളിൽ മുട്ടർക്കം നടത്തിയാൽ, 27 ക്ഷേത്രങ്ങളിൽ തട്ടസമർപ്പണം നടത്തിയാൽ, 27 ക്ഷേത്രങ്ങളിൽ ശിവലർച്ച നടത്തിയാൽ, 27 ക്ഷേത്രത്തിൽ നിവേദ്യം നടത്തിയാലെല്ലാം ഏതൊരു മനുഷ്യനും താൽക്കാലികമായിട്ട് ആ ജീവിത പ്രശ്നത്തിൽ നിന്ന് തിരിച്ചു വരാൻ സാധിക്കും. പിന്നീട് ആവാഹന പൂജ ചെയ്ത് ജീവിതം മാറ്റിമറിക്കാം. പറയുന്ന 4 കാര്യം: ധർമ്മദേവത പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു, ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക. ഈ 4 കാര്യം ചെയ്താൽ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും എന്ന ഒരു യാഥാർത്ഥ്യം നിങ്ങൾ ആദ്യം തിരിച്ചറിയുക. അപ്പോൾ എത്ര നിവൃത്തിയില്ലെങ്കിലും പ്രണവമലയിലെത്തുക. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട്, കല്ലൂർ പേരമംഗലത്ത്, പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തുക. ഇവിടെ വന്ന് 27 ക്ഷേത്രത്തിന് ഓരോ ക്ഷേത്രം 108 പൂർണ്ണ പ്രദക്ഷിണം നടത്തുക. അതിനുശേഷം താഴെ കൗണ്ടറിൽ നിന്ന് ഞാൻ ജപിച്ചോത്ത് ചരടിരിപ്പുണ്ട് ഒരെണ്ണം വാങ്ങുക. 100 രൂപയുടെ ചിലവുള്ളൂ. അത് ധരിച്ചു പോയി 27 ദിവസം വരെ അതിലൂടെ പോകാം. അതിൻ്റെ ഇടയിൽ വന്നൊരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക. ഇവിടെ തന്നെ 11 നൃക്കരങ്ങളോട് മഹാഗണപതി ഉണ്ട്. അപ്പോൾ ഭഗവാനെ എല്ലാ മാസത്തിലും 108 ഗണപതി പാക്കേജ് ചെയ്യുക 1000 രൂപയ്ക്ക്. പിന്നെ 7 ദിവസം നാരങ്ങാമലയാത്ര. അങ്ങനെ 1400 രൂപയുടെ വഴിപാട് ചെയ്തു പോയാൽ 1.5 വർഷം വരെ നിങ്ങൾക്ക് അതിലൂടെ പോകാം. അതിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് ആവാഹന പൂജ ചെയ്ത ജീവിതം തിരിച്ചു പിടിക്കാം. അപ്പോൾ ഇതിലും വലിയ ഉറപ്പ് ആരെങ്കിലും ലോകത്തിൽ തരുന്നുണ്ടോ? നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം. പിന്നെ വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തുകാരൻ തന്നെ ഒന്ന് നോക്കും. വടക്കിഴക്കടുക്കൾ നിർബന്ധം. അപ്പോൾ പലർക്കും പൂജയിലേക്ക് എത്താൻ പറ്റാത്തത് വാസ്തുവൊക്കെ വല്ലാത്ത തെറ്റിച്ചാണതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് പൂജ കഴിഞ്ഞ് കഴിയുമ്പോൾ ജീവിതം രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിർബന്ധ ബുദ്ധി പിടിക്കുന്നത്. പിന്നെ ശ്രാദ്ധ ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രായച്ചിത്ത ബലി അടിക്കും. അല്ലാതെ മാതാപിതാക്കളെ കൊണ്ടുപോയി പ്രേത വേർപാട് നടത്തി ഇരുത്തലും കിടത്തലൊന്നുമില്ല. എല്ലാം വെറും പറ്റിക്കലാണ്. അപ്പോൾ പറ്റിക്കപ്പെടാൻ പറ്റാത്തത് കൊണ്ട് ഇവർക്ക് എല്ലാവർക്കും എന്നോട് വലിയ വാശിയുണ്ടാവും. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, നമ്മുടെ ജ്യോതിഷം അനുസരിച്ച് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ദൈവമൊന്നും ആവാൻ പറ്റില്ല. അതുപോലെ ആൾ ദൈവങ്ങളെ നമ്മളിവിടെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ജ്യോതിഷം അങ്ങനെ പോവുകയുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് കുറ്റം പറഞ്ഞു എന്ന് നിങ്ങൾ കരുതണ്ട. നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വരനെ എന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് വഴിപാട് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ മാറ്റം ഉണ്ടാകും. അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയം എന്ന പേരിൽ തന്നെ ജ്യോതിശാലയങ്ങൾ നടത്തുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി 1 വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം, അത് ഗൃഹപ്രവേശ ചടങ്ങുകൾക്ക് പഞ്ചാലങ്കാര പൂജയോടെ 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ട് ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ള സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക. പിന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം വെച്ച് തമ്മിൽ തല കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യവും, എത്ര വയസ്സ് വരെ ജീവിക്കും, പിന്നെ ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, IAS ആണോ, IPS ആണോ, കലാകായികപരമായ കഴിവുള്ള ആളാണോ, ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ജാതകമാണ്. ധൈര്യമായിട്ട് എഴുതി വാങ്ങുക. ഒരു 10 മാസമെങ്കിലും വെയിറ്റിംഗ് ഉണ്ട് ജാതകം എഴുതി കിട്ടണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവർ ബുക്ക് ചെയ്തിട്ടേക്കുക. നിങ്ങൾക്ക് ഇവിടെ ഗണിച്ചെഴുതുന്നതാണ്, അല്ലാതെ മറ്റുള്ളവരെ പോലെ കമ്പ്യൂട്ടർ പ്രിൻ്റൊക്കെ എടുത്തിട്ട് തോന്നുന്ന പോലെയുള്ള ഒരു ജാതകമല്ല ഇവിടെ തരുന്നത്. പിന്നെ അതുകൂടാതെ ഏതൊരു മനുഷ്യൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ സനാതന ധർമ്മസംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അതിൽ അണിചേരുക. സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്യം തിരുവുത്സവമായി കൊണ്ടാടുന്ന പുണ്യസംഘത്തിലേക്ക് പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു. ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃക കാണിക്കുമ്പോൾ ധൈര്യമായിട്ട് വരിക. ഇനിയുള്ള കാലം SDSനോടൊപ്പം സനാതന ധർമ്മസംഘത്തോടൊപ്പം, അതോടൊപ്പം തന്നെ പേരമംഗലത്തപ്പനോടും പ്രണവമലയിൽ 26 ദേവതകളോടൊപ്പം ജീവിച്ചു തീർക്കാൻ സാധിക്കും. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ നാടുകളിലുള്ള ഏത് ക്ഷേത്രത്തിലേക്ക് വേണ്ടെങ്കിലും
ഭജന നടത്തി തരുന്നതാണ്. അവിടുത്തെ ദേവതകളെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ എഴുതി റെക്കോർഡ് ചെയ്ത് തരും. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതിൻ്റെ സാമ്പിളും ഇതോടൊപ്പം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏത് നാട്ടിൽ വേണമെങ്കിലും ഭക്തി ഭജന 2.5 മണിക്കൂർ നടത്തി തരുന്നതിനൊന്നും യാതൊരു മടിയുമില്ല. ആവശ്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്ന ആ ഒരു സത്യം തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരികയില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ആടമ്മേ ആടമ്മേ ആടിക്കളിക്കമ്മേ, ആടമ്മേ ആടമ്മേ ആടിക്കളിക്കമ്മേ, ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ, ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആരതിയൊഴിയുമ്പോൾ ആനന്ദമേകുന്ന അത്ഭുത ദേവലോകം, ആരതിയൊഴിയുമ്പോൾ ആനന്ദമേകുന്ന അത്ഭുത ദേവലോകം. ഈ ദേവലോകത്തിൽ എത്തി മനുഷ്യർ ആനന്ദ നടനം ആടുന്നു. ഈ ദേവലോകത്തിൽ എത്തി മനുഷ്യർ ആനന്ദ നടനം ആടുന്നു. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹി മാം, അയ്യപ്പ ഹരി അയ്യപ്പ പാഹി മാം. പ്രണവമാമല തന്നിൽ വസിക്കുന്ന അയ്യനയ്യപ്പ സ്വാമിയേ. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹി മാം, അയ്യപ്പ ഹരി അയ്യപ്പ പാഹി മാം. പ്രണവമാമല തന്നിൽ വസിക്കുന്ന അയ്യനയ്യപ്പ സ്വാമിയേ. ദുർഗേ മഹാമായേ പരം തായോ അമ്മ ദേവി, ദുർഗേ മഹാമായേ പരം തായോ അമ്മ ദേവി. 3 ഭാവത്തിൽ വിളങ്ങിടുമമ്മ എന്നും നീയേ തുണയേകണേ. പ്രണവമാമലയിൽ വാണു പരിലസിക്കും അമ്മ ദേവി തുണയേകണേ. നവരാത്രി നാളിൻ്റെ പുണ്യമറിയുവാൻ ദേവിമാർ വാഴുന്ന മലയെത്തണം. നവരാത്രി നാളിൻ്റെ പുണ്യമറിയുവാൻ ദേവിമാർ വാഴുന്ന മലയെത്തണം. ദേവിമാർ വാഴുന്ന മലയെത്തണമെങ്കിൽ പ്രണവമാമല തന്നിലെത്തണം. ദേവിമാർ വാഴുന്ന മലയെത്തണമെങ്കിൽ പ്രണവമാമല തന്നിലെത്തണം. പ്രണവമല തന്നധിപതിയല്ലേ, പേരമംഗലത്തിൻ നായകനല്ലേ, സ്വയംഭുവായി വന്നു പിറന്നവനല്ലേ, ഏഴകൾ തന്നെ തോഴനുമല്ലേ. അണയുന്നവർക്കെല്ലാം അനുഗ്രഹവർഷം വാരി വിതറുന്ന ദേവനുമല്ലേ. സപ്തസ്വരങ്ങളെ തഴുകിയുണർത്താൻ എത്തിടാം നമുക്ക് പ്രണവമാമലയിൽ. തകതിമി താളം, ദിം തകതിമി മേളം, ദിം തകതിമി താളം, ദിം തകതിമി മേളം, ദിം തകതിമി താളം, ദിം തകതിമി മേളം, ദിം തകതിമി താളം.
താളം ഇതു മേളം ഇതു താളലയം പ്രപഞ്ചത്തിൻ തൊടി താളത്തിൽ ഭഗവാനുണരുകയായി. നമസ്കാരം. ഇപ്പോൾ ഇതാ പ്രഹ്ലാദാണ് വർക്കലയിൽ നിന്ന് വരുന്നത്. വർക്കല നിങ്ങൾക്കറിയാലോ, തിരുവനന്തപുരം ജില്ലയിൽ വർക്കല. അവിടെ നിന്നാണ് വരുന്നത്. 2020 വീഡിയോ കാണും. വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആദ്യമായിട്ട് വന്ന് കണ്ട് പിന്നെ ഏലസ് വാങ്ങിയതായിരിക്കും. അപ്പോൾ കടബാധ്യതയൊക്കെ ആയിരുന്നു, സ്വന്തമായിട്ട് വീടൊന്നും ഉണ്ടായിരുന്നില്ല. പൂജ പിന്നീട് 6 മാസത്തിനുള്ളിൽ പൂജയ്ക്കുള്ള പൈസയാവും. അവർ ആലോചിച്ച് നിന്നില്ല. കാരണം ചിലരിങ്ങനെ ആലോചിക്കും 1.5 വർഷം ഏലസിൻ്റെ കാലാവധി ഉണ്ട്, അത് വരെ നോക്കിയേക്കും. ചിലർ അങ്ങനെ ചെയ്തില്ല. അപ്പോൾ പ്രീതിയും ഭർത്താവും കൂടിയാണ് വന്നത്. ഒരു 6 മാസത്തിനുള്ളിൽ പൂജയ്ക്ക് വന്നു. പൂജ കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ചു. വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. വീടിൻ്റെ പണി നടന്നപ്പോൾ ഒരു പ്രാവശ്യം തടസ്സം വന്നപ്പോൾ അന്ന് ഇവിടെ 27 മുട്ടയ്ക്ക് നടത്തി. തടസ്സം മാറി. അപ്പോൾ വീണ്ടും ഒരു തടസ്സം വന്നു. വീണ്ടും മുട്ടയ്ക്ക് നടത്തി. അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന തടസ്സം കൊണ്ട് വലിയ രീതിയിൽ തോന്നിയപ്പോൾ നമ്മുടെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. ഇന്ന് ആവാന ദിവസമാണ്. ആ ദിവസം വന്ന് തടസ്സം മാറി. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളാണ് ആവശ്യം. കാരണം അവർ വീഡിയോ കണ്ടു, അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പഴയ വീഡിയോകളുണ്ട്. അത് കണ്ടു നോക്കുക, പറയുന്ന കാര്യങ്ങൾ ചെറുതായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ശരിയും തെറ്റ് മനസ്സിലാക്കിയിട്ട് നേരെ ഇവിടേക്ക് ചരട് വാങ്ങി ധരിക്കാം, പിന്നെ ഏലസ് ധരിക്കാം, പൂജയിലേക്ക് വരാം. അങ്ങനെ ഇനിയുള്ള സമയത്ത് ഇവിടെ എന്ത് ബുദ്ധിമുട്ടാണ് ആവാന പൂജകൾ. അപ്പോൾ ഗ്രൂപ്പുണ്ട്, ഒരാളും വിളിച്ചു ചോദിക്കേണ്ട, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇന്ന ദിവസം പൂജ ഉണ്ടെന്ന് പറയുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം പോലെ തന്നെ ഇങ്ങോട്ട് വരാം. വരുമ്പോഴുള്ള ആകെ ഒരു പ്രത്യേകത, ഞാനിവിടെ വരുമ്പോൾ 2ാമതും 3ാമതൊക്കെ പൂജയ്ക്ക് വരുമ്പോൾ സാക്ഷ്യം വീഡിയോ എടുക്കും. ആ സമയത്ത് എനിക്ക് ആളുകൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. കാരണം ഒരു പടയോട്ടമാണ് നടക്കുന്നത്. കാരണം ഇത് അന്ധവിശ്വാസമാണ്, കൂടോത്രമാണ്, മന്ത്രവാദം എന്ന് പറയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മളത് കാഴ്ചവെക്കുകയാണ്. കാരണം ആളുകളൊക്കെ മൊത്തം ഭ്രാന്തായിട്ട്, ജൂലിയ മദാമ ഒരു UK എന്ന് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം, ഈ ക്ഷേത്രവും അതേപോലെ പൂജാ സംവിധാനം ലോകത്തിന് മാതൃകയായിട്ട് നിൽക്കുമ്പോൾ ലണ്ടനിലൊക്കെ പിള്ളേർ ഡിപ്രഷൻ അടിച്ചുകൊണ്ട് ഗുളിക മാറ്റിക്കൊണ്ട് നടക്കുമ്പോൾ ഇവിടെ ക്ഷേത്രാങ്കണത്തിൽ വന്നും തൊഴുത് കഴിയുമ്പോൾ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റം അവരെ അത്ഭുതപ്പെടുത്തിയെന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ ഇത്രയും വലിയ സംവിധാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയാവാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതെന്ന് എല്ലാവരും അറിയിക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ ഈ തീർത്തുന്നത്. അത് മനസ്സിലാക്കി. അദ്ദേഹം ധ്രുവൻ എന്ന് പറയും, മാളയിൽ നിന്ന് വരുന്നു. മാള പുത്തഞ്ചിറ. 2017 ആദ്യമായിട്ട് വരുന്നത്. ഏലസൊന്നും വാങ്ങിയില്ല, നേരെ പൂജയിലേക്ക് വരായിരുന്നു. അങ്ങനെ പൂജ കഴിഞ്ഞ് പിന്നീട് ഇദ്ദേഹത്തിന് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് ഒരു ശല്യമായിട്ട് ഇരുന്നതാണ്. അത് മാറ്റി കൊടുക്കാൻ പറഞ്ഞത് ആവാന പൂജയിൽ മാറ്റി കഴിഞ്ഞു. പിന്നീട് മകൻ്റെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് വന്ന മരുമകളെ കൊണ്ട് അദ്ദേഹം പൂജ കഴിച്ചു. പിന്നെ ക്ഷേത്രമായിട്ട് വലിയ അടുപ്പം കാണിച്ചുകൊണ്ട് തന്നെ ഒരുപാട്. ഇപ്പോൾ ഇന്നലെ വന്നപ്പോൾ പാൽപ്പായസമൊക്കെ നടത്തി. അതായത് നമ്മളിവിടെ വീഡിയോ ഇടുമ്പോൾ തന്നെ എന്ത് ചെയ്താലും എന്ത് കിട്ടും, അത് ആ പ്രായത്തിൻ്റെ പക്വത ആൾ കൃത്യമായിട്ട് തന്നെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കുടുംബ സമേതമാണ് ഇന്നിപ്പോൾ 2ാം വട്ടം നൈറ്റ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് പല പ്രാവശ്യം അനുഭവസാക്ഷ്യം വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കാണുന്നവർ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതം നമുക്ക് കുടുംബത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കണം, നാടിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, സമയം അതിനെപ്പോഴും വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാക്കുക. നമുക്കും ഇതേപോലെ തന്നെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം മകൻ കല്യാണം കഴിച്ച് മരുമകൾ വന്നിരുന്നു. ആ മരുമകൾക്ക് വേണ്ടി സെപ്പറേറ്റ് പൂജ എടുത്തിട്ട് തന്നെയാണ് അദ്ദേഹം വന്നത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്കും ഇത് തട്ടിപ്പ് വെട്ടിപ്പാണോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഇത് തട്ടിപ്പെന്ന് പറഞ്ഞവർക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്ന ഈ ചേട്ടൻ. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക,